ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. അടുത്തത് പറയാൻ പോകുന്നത് ഗ്രാഫീൻ നാനോ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. അത് കഴിഞ്ഞാൽ നാനോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷനും കൂടി ഈ ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. ഇനി എന്താണ് ഗ്രാഫീൻ നാനോ സ്ട്രക്ചർ? അതായത് ഗ്രാഫൈറ്റ് എന്ന് കേട്ടിട്ടില്ല എല്ലാവരും? ഗ്രാഫൈറ്റിൻ്റെ ഒരു മോണോ ലെയറിനെയാണ് എന്ത് പറയുന്നത്? ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഈ ഗ്രാഫീൻ്റെ ഷീറ്റ് നാനോ ഡയമെൻഷനിൽ ഉള്ളതായിരിക്കും. അത് ഗ്രാഫീൻ റിബൺ ആയിട്ടും അതൊക്കെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് സിംഗിൾ വാൾ നാനോ ട്യൂബിനെ പോലെ ഉള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഇത് കാണിക്കുന്നുണ്ട്. ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റിൻ്റെ നാനോ ഷീറ്റാണ്. ആ നാനോ ഷീറ്റ് ഒരു നാനോ റിബൺ എന്ത് കാണിക്കുന്നുണ്ട്? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് കമ്പയറബിൾ ടു സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസാണ് എന്ത് കാണിക്കുന്നത്? ഗ്രാഫീൻ്റെ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിൻ്റെ മോണോ ലെയറായ ഗ്രാഫീൻ കാണിക്കുന്നത്. ഇതിന് 2010 നോബൽ പ്രൈസ് കിട്ടി ഫോർ ദ ഗ്രൗണ്ട് ബ്രേക്കിംഗ് എക്സ്പെരിമെൻറ്റ് റിഗാർഡിംഗ് ദ 2-dimensional മെറ്റീരിയൽ ഗ്രാഫീൻ. ഗ്രാഫീന് 2010 ഒരു നോബൽ പ്രൈസ് കിട്ടി. ഇറ്റ് വാസ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇനി നാനോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ, നാനോ മെറ്റീരിയൽ എക്സിബിറ്റ് റിമാർക്കബിൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആസ് കമ്പയർ ടു ബൾക്ക് മെറ്റീരിയൽ. ഇപ്പോൾ ഒരു ഗോൾഡ് എടുക്കുകയാണെങ്കിൽ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ബൾക്ക് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുന്നതിനേക്കാളും ഗോൾഡ് നാനോ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനൊരു റിമാർക്കബിൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഒരു ചേഞ്ച് ഉണ്ട്. അത് എന്തുകൊണ്ടൊക്കെയാണ് ആ ചേഞ്ച് വരുന്നതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ റീസൺ ഇസ് ലാർജ് സർഫസ് ടു വോളിയം റേഷ്യോ. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി ലാർജ് സർഫസ് ടു വോളിയം റേഷ്യോ. പിന്നെ ക്വാണ്ടം കൺഫൈൻമെൻറ്റ്, പിന്നെ ലാർജ് സർഫസ് എനർജി, റെഡ്യൂസ്ഡ് ഇംപെർഫെക്ഷൻസ്. സ്മോൾ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് അതിൽ തന്നെ ഇംപെർഫെക്ഷൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടൊക്കെയാണ് ബൾക്ക് മെറ്റീരിയലായിട്ട് കമ്പയർ ചെയ്യുമ്പം നാനോ മെറ്റീരിയലിന് ഇത്രയും അധികം പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഓരോ പ്രോപ്പർട്ടീസായിട്ട് കൺസിഡർ ചെയ്യാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. ഇനി ഫസ്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പറയാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്താണ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഓൾറെഡി ഈ മെറ്റീരിയലിന് ഹൈ സർഫസ് ടു വോളിയം അല്ലെങ്കിൽ ലാർജ് സർഫസ് ടു വോളിയം റേഷ്യോ ഉള്ളതുകൊണ്ട് തന്നെ നാനോ മെറ്റീരിയൽ ഹാവ് ലോവർ മെൽറ്റിംഗ് പോയിൻറ്റ്. സെമി കണ്ടക്ടർ ആൻഡ് മോളിക്കുലർ ക്രിസ്റ്റൽ ഹാവ് ഈ നാനോ മെറ്റീരിയലിൻ്റെ സെമി കണ്ടക്ടറിനെയും മോളിക്കുലർ ക്രിസ്റ്റൽസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോവർ മെൽറ്റിംഗ് പോയിൻ്റാണ് ബൾക്ക് മെറ്റീരിയലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്തായിരിക്കണം? പാർട്ടിക്കിളുടെ സൈസ് 100 നാനോമീറ്ററിനേക്കാൾ കുറവായിരിക്കാം. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും? ലോ മെൽറ്റിംഗ് പോയിൻറ്റ് കാണിക്കും. പിന്നെ വരുന്നതാണ് നാനോ മെറ്റീരിയൽ ഹാവ് ഹൈ സ്ട്രെങ്ത്. നാനോ വയേഴ്സ് ഹാവ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്. അതായത് അതിൻ്റെ ക്രോസ് സെക്ഷൻ പ്രോബബിലിറ്റി ഓഫ് ഡിസ്ലൊക്കേഷൻ ഇസ് വെരി സ്മോൾ ഫോർ നാനോ വയർ സ്മോളർ ക്രോസ് സെക്ഷൻ. ഈ സ്മോളർ ക്രോസ് സെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഡിസ്ലൊക്കേഷൻ വളരെ കുറവായിരിക്കും. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാനുള്ള ഒരു മാറിപ്പോകാനുള്ള ഇത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ എൻഹാൻസ്ഡ് സ്ട്രെങ്ത് ഈസ് ഡ്യൂ ടു എന്താണ്? ആ ഒരു ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത്, ചെറിയ എലമെൻ്റ് ആക്കുന്ന ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ടോട്ടൽ എൻഹാൻസ്ഡ് സ്ട്രെങ്ത്ത് എന്തിന് കൂടുതലായിരിക്കും? നാനോ മെറ്റീരിയലിന് കൂടുതലായിരിക്കും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഗ്രെയിൻ സൈസാണ്. അപ്പോൾ ഈ ഗ്രെയിൻ സൈസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ പാർട്ടിക്കിളിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്രെയിൻ സൈസിൽ ഡിഫറൻസ് വരും. അപ്പോൾ ആ ഗ്രെയിൻ സൈസ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത്തിലും ഹാർഡ്നെസ്സൊക്കെ മാറി വരും. നാനോ സ്ട്രക്ചർ മെറ്റീരിയൽ ഹാവ് ഹയർ ഓർ ലോവർ സ്ട്രെങ്ത് ഓർ ഹാർഡ്നെസ് compared to grain size depending on the method we use to vary the grain size. ഗ്രെയിൻ സൈസ് എങ്ങനെയാണ് നമ്മൾ ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ ഓരോ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിളിൻ്റെ സൈസ്, അതിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ തിക്നെസ്, സ്ട്രെങ്ത്തിലും ഹാർഡ്നെസ്സിലും ഒക്കെ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കോപ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കോപ്പറിൽ ഓരോ കോപ്പറിൻ്റെ മെറ്റീരിയലും ഗ്രെയിൻ സൈസ് മാറുന്നതനുസരിച്ച് കോപ്പർ സ്ട്രെങ്ത്തും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആർ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ എനർജി ലെവൽ സ്പേസിങ്. എനർജി ലെവൽ നമ്മൾ സ്പേസിങ്ങും പിന്നെ അതുപോലെ തന്നെ സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് എന്നൊരു ഫിനോമിനയും കൊണ്ടുമാണ് പിന്നെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് നാനോ മെറ്റീരിയൽസ് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് നമുക്ക് നോക്കാം. ഈ സർഫസ് പ്ലാസ്മോൺ ഇസ് എ ക്വാണ്ടം ഓസിലേഷൻ arising from collective excitation of plasma and positive ions and free electronൻ്റെയും
പിന്നെ പോസിറ്റീവ് അയോൺസിൻ്റെയും ഒരു ഓസിലേഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഫിനോമിനയാണ് എന്ത് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ്. ഈ സൈസ് ഓഫ് ദ നാനോ മെറ്റീരിയൽ സ്മോളർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ. സൈസ് ഓഫ് ദി നാനോ ക്രിസ്റ്റലിൻ്റെ സൈസ് ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാൾ കുറവാണെങ്കിലാണ് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് ജനറേറ്റ് ചെയ്യുന്നത്. ഒന്നും കൂടി പറയാം. സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് ഈസ് ജനറേറ്റഡ് ബൈ ഇങ്ങനെയാണ് വെൻ ദ സൈസ് ഓഫ് ദി നാനോ ക്രിസ്റ്റൽ ഈസ് സ്മോളർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഓക്കെ, ഇതാണ് പോസിറ്റീവ് അയോൺസ് പ്ലസ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ്. ഇത് തമ്മിലുള്ള ഒരു എന്താണ് ഓസിലേഷൻ, ക്വാണ്ടം ഓസിലേഷൻ അറൈസിങ് ഫ്രം ദി ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ് അയോൺസ്. അതാണ് നമ്മൾ സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഓസിലേഷൻ കാരണം അവിടെ എന്താ നെറ്റ് ചാർജ് ഡിഫറൻസ് ഉണ്ടാവും. ഇറ്റ് ആക്ട് ആസ് എ റീസ്റ്റോറിങ് ഫോഴ്സ്. ആ ഒരു നെറ്റ് ചാർജ് ഡിഫറൻസ് ഉണ്ടാവുന്നത് ഇറ്റ് ആക്ട് ആസ് എ എന്താവും റീസ്റ്റോറിങ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. മീൻസ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, എ ഡൈപോളാർ ഓസിലേഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് ക്രിയേറ്റഡ് വിത്ത് സെർട്ടൻ ഫ്രീക്വൻസി. എന്താവും ഈ ഒരു ഓസിലേഷൻ കാരണം നെറ്റ് ചാർജ് ഡിഫറൻസ് ഉണ്ടാവുകയും ആ ചാർജ് ഡിഫറൻസ് കാരണം ഒരു ഡൈപോളാർ ഓസിലേഷൻസ് ഓഫ് ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ. ആ ഫ്രീക്വൻസി എ നോബിൾ മെറ്റൽ ഹാവ് റെസൊണൻസ് ഫ്രീക്വൻസി ഇൻ വിസിബിൾ ഫ്രീക്വൻസി. ആ നോബിൾ മെറ്റൽസിൻ്റെ കേസിൽ ആ വിസിബിൾ റേഞ്ചിൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി ഉണ്ടാവുക. എന്താ റെസൊണൻറ്റ് ഫ്രീക്വൻസി ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി അതുപോലെ പറയാനുള്ളത് ഈ ഗോൾഡ് പാർട്ടിക്കിളിൻ്റെയും സിൽവർ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ കളർ ഷൈനിങ് ഒരു ലൂമിനസെൻസ്, ആ സൊല്യൂഷനിൽ ഉണ്ടാകുന്ന ഒരു ഷൈനിങ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ SPRനെ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ പ്ലാസ്മോൺ റെസൊണൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് ദി പാർട്ടിക്കിളിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ത് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ്. ഈ നാനോ പാർട്ടിക്കിളിനെ പോലെ തന്നെ നാനോ വയേഴ്സും എന്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു എനർജി ലെവൽ സ്പേസിങ് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് മെയിൻ കാര്യങ്ങൾ. ഇനി ഇപ്പം എനർജി ലെവലിനെ പറ്റി പറയുകയാണെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സൈസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യും. സൈസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യും. എന്ത് ഇൻക്രീസ് ചെയ്യും? സൈസ് ഡിക്രീസ് ചെയ്യുമ്പം എന്ത് ഇൻക്രീസ് ചെയ്യും? ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ക്വാണ്ടം ഇപ്പോൾ നമ്മളെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താ, ക്വാണ്ടം സൈസ് ഇപ്പോൾ വളരെ ചെറിയ പാർട്ടിക്കിളാണ് ആണല്ലോ. അപ്പോൾ അവിടെ എന്താവും, ക്വാണ്ടം സൈസ് എഫക്റ്റ് ഈസ് ദ മോസ്റ്റ് പ്രൊനൗൺസ്ഡ് ഫോർ സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾ. അപ്പം ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് എന്തിന് കൂടുതലായിരിക്കും? ചെറിയ സൈസ് പാർട്ടിക്കിൾസിന് കൂടുതലായിരിക്കും. ബാൻഡ് ഗ്യാപ്പ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഇപ്പോൾ എന്തിന് കൂടുതലായിരിക്കും? സൈസ് ചെറിയതായ പാർട്ടിക്കിൾസിന്, അതായത് ബാൻഡ് ഗ്യാപ്പ് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ഇൻക്രീസ് ഇൻ ബാൻഡ് ഗ്യാപ്പ് എനർജി ലെവൽ എന്തിന് സഹായിക്കും? ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി കൂടാൻ സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ നാനോ മെറ്റീരിയൽ എക്സിബിറ്റ് ഡിഫറെൻറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കമ്പയർഡ് ടു ബൾക്ക് ഫോം. അതായത് ഒരു ബൾക്ക് മെറ്റീരിയലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നാനോ മാറ്റീരിയൽസ് ഡിഫറെൻറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോർഡിനേഷൻ നമ്പർ. മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോർഡിനേഷൻ നമ്പർ. അതെന്തുകൊണ്ടാണ്? അത് കോർഡിനേഷൻ നമ്പർ എന്താ, നമ്മൾ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് സർഫസ് ആറ്റത്തിനൊക്കെ വെച്ച് നമ്മൾ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നുണ്ട്. എന്താ കോർഡിനേഷൻ നമ്പർ എന്ന് +2 ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം ഇൻ ലോവർ സ്ട്രക്ചർ ഫ്രാക്ഷൻ ഓഫ് സർഫസ് ആറ്റം, ആ ലോവർ സ്ട്രക്ചറിൻ്റെ കേസിൽ സർഫസ് ആറ്റം ഈസ് വെരി ലാർജ്. സർഫസ് ആറ്റത്തിൻ്റെ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ഹെൻസ് ലോ കോർഡിനേഷൻ നമ്പർ ആസ് കമ്പയർ ടു ഇൻറ്റീരിയർ ആറ്റം. അപ്പം പാർട്ടിക്കിൾ എന്തുണ്ടാവും, സ്മോളർ പാർട്ടിക്കിൾ ആർ മോർ മാഗ്നറ്റിക് ദാൻ ബൾക്ക് മെറ്റീരിയൽ. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ് കൂടും എപ്പം കോർഡിനേഷൻ നമ്പർ കുറയുമ്പം. നമ്മൾ പാർട്ടിക്കിൾ സൈസ് ചെറുതാവുന്നതിനനുസരിച്ച് എന്ത് കൂടും, ആ സർഫസിലുള്ള കോർഡിനേഷൻ നമ്പർ കുറയും ഇൻറ്റീരിയർ ആറ്റത്തിൽ കോർഡിനേഷൻ നമ്പർ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പം കോർഡിനേഷൻ നമ്പർ കുറയുമ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കൂടും. അപ്പോൾ സ്മോളർ പാർട്ടിക്കിളിന് എന്തായിരിക്കും മാഗ്നറ്റിക് മൊമെൻറ്റ്
മോർ മാഗ്നറ്റിക് മൊമെൻറ്റ് ദാൻ ബൾക്ക് മെറ്റീരിയൽ. ഓക്കെ, പിന്നെ വരുന്നത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് അയേൺ, കോർ, നിക്കൽ, അതൊക്കെ എന്താവും? സൂപ്പർ പാരോ മാഗ്നറ്റിക് ആവും. നാനോ മെറ്റീരിയലിൻ്റെ കേസിൽ നാനോ ഫേസിൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് സച്ച് ആസ് അയേൺ, കോർ, നിക്കലൊക്കെ എന്താവും? സൂപ്പർ പാരാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് മാറും. ആൻഡ് ഇറ്റ് മാഗ്നറ്റിസം കർവ്, അതായത് നമ്മൾ മാഗ്നറ്റിസം കർവൊക്കെ പഠിക്കാനുണ്ട്. ഹിസ്റ്റെറിസിസ്, ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ പഠിക്കാനുണ്ട്. ഹിസ്റ്റെറിസിസ് കർവ് എന്നാണ് പറയാം. ആ ഹിസ്റ്റെറിസിസ് കർവൊക്കെ എന്താണെന്ന് നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയും. ഈ ഹിസ്റ്റെറിസിസ് കർവൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ, അതായത് മാഗ്നറ്റൈസേഷൻ കർവ് ഡിപ്പെൻഡ് അപ്പോൺ ദി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് ഹിസ്റ്റെറിസിസ് കർവ് എന്ന് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഹിസ്റ്റെറിസിസ് കർവ് യു ഹാവ് ഓൾറെഡി സ്റ്റഡി ഇൻ +2 അല്ലേ? ഹിസ്റ്റെറിസിസ് കർവ് +2 പഠിച്ചിട്ടില്ലേ? ഡയാമാഗ്നറ്റിസം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് നാനോ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ ഇൻക്രീസ് പെർഫെക്ഷൻ, റെഡ്യൂസ്ഡ് ഇമ്പ്യൂരിറ്റി ആൻഡ് ഡിസ്ലൊക്കേഷൻ. എന്തൊക്കെയാണ് നാനോ മെറ്റീരിയൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? എന്തൊക്കെ? പെർഫെക്ഷന്, റെഡ്യൂസ്ഡ് ഇമ്പ്യൂരിറ്റി, അതിൻ്റെ ഡിസ്ലൊക്കേഷനൊക്കെ ഡിപ്പെൻഡ് അനുസരിച്ച് അതിന് ഇലക്ട്രിക് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും. ഇനി നാനോ മെറ്റീരിയൽസിന് പൊതുവേ കണ്ടക്ടിവിറ്റി കുറവാണ്. നാനോ മെറ്റീരിയൽ മേ ബി എൻഹാൻസ് ഡ്യൂ ടു ബെറ്റർ ഓർഡറിങ് ഇൻ മൈക്രോ സ്ട്രക്ചർ. ഓക്കെ, പിന്നെ ഇതിൽ മെയിൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എങ്ങനെയൊക്കെ നടക്കാമെന്ന് കരുതുന്നത് ടണലിങ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ടണലിങ് കണ്ടക്ഷൻ ത്രൂ നമുക്ക് എന്താക്കാം? ഈ നാനോ മെറ്റീരിയൽസിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നടത്താൻ പറ്റും. ടണലിങ് കണ്ടക്ഷൻ അനദർ ചാർജ് ട്രാൻസ്പോർട്ട് മെക്കാനിസം ഇൻ നാനോ. ഒരു ചാർജ് ട്രാൻസ്പോർട്ട് ചെയ്താലാണല്ലോ കണ്ടക്ടിവിറ്റി ഉണ്ടാവാം. അപ്പം ടണലിങ് കണ്ടക്ഷൻ വഴി ചാർജ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് എന്ത് നടത്താൻ പറ്റും? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സാധ്യമാവും. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻസിനെ പറ്റി ഫസ്റ്റ് പറയുന്നത് മെഡിക്കൽ ആപ്ലിക്കേഷൻസാണ്. അതായത് നാനോ ടെക്നോളജി മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ഡയഗ്നോസിസ്, അതേപോലെ ഡ്രഗ് ഡെലിവറി, ഹെൽത്ത് കെയർ, ഇൻ അഡീഷൻ ടു അതർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. നാനോ ടെക്നോളജി ഹാസ് ഇൻ മെഡിക്കൽ ആപ്ലിക്കേഷൻ സച്ച് ആസ് ഡ്രഗ് ഡെലിവറി, ഹെൽത്ത് കെയർ, അതേപോലെ ഡയഗ്നോസിസ് ഓഫ് സം ഡിസീസസ് ഒക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നാനോ ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്താണ് നാനോ സ്കെയിൽ റോബോട്ടിന് പറയുന്ന പേര് നാനോ ബോട്ട്സ്. ഓക്കെ, അത് എന്തിനാണ്? നമ്മൾ ബ്ലഡ് സ്ട്രീമിലൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാൻ, ഏർലി സ്റ്റേജിൽ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് നാനോ സ്കെയിൽ റോബോട്ട്സ്. ഓക്കെ, ഇനി നാനോ കാൻഡിലിവർ ക്യാൻ ബി, ഇതൊക്കെ മെഡിക്കൽ ആപ്ലിക്കേഷനോട് ഞാൻ പറയുന്നത് 2-3 പിന്നെ നാനോ കാൻഡിലിവർ ക്യാൻ ബി യൂസ്ഡ് ഫോർ സെൽ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് നാനോ കാൻഡിലിവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസുള്ള വൺ ഓഫ് ദി എഫിഷ്യൻറ്റ് ഓർ വെരി എഫിഷ്യൻറ്റ് മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിങ് സോളാർ പാനൽസ് ആണ്. അതേപോലെ ബാറ്ററീസ്, ഡിസ്പ്ലേ, ഹൈ സ്ട്രെങ്ത് കോമ്പോസിറ്റ്സ്, കാർബൺ റീഇൻഫോഴ്സ്ഡ് കാർബൺ നാനോ ഫൈബേഴ്സ് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ്. പിന്നെ അതേപോലെ സോളാർ പാനൽ വരുമ്പോൾ ലോ കോസ്റ്റാണ്, എഫക്റ്റീവാണ്, അഫോർഡബിളാണ്. ഓക്കെ, കാർബൺ നാനോ ട്യൂബിൻ്റെ സോളാർ പാനൽസൊക്കെ. ഇനി അതുപോലെ തന്നെ നാനോ ട്യൂബിന് യൂസ് ചെയ്യുന്ന പ്രിപ്പറേഷൻ ഓഫ് കോസ്മെറ്റിക് പൗഡർ, സ്പ്രേ, ഡിയോഡ്രൻറ്റ്, അതേപോലെ തന്നെ ഡിസ്പേഴ്സ് ഫാർമസ്യൂട്ടിക്കൽ ഗുഡ്സ് ഇൻ റാപ്പിഡ് ഡ്രഗ് ഡെലിവറി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതേപോലെ നാനോ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ്, ബക്കി ബോൾസൊക്കെ സൂപ്പർ കണ്ടക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന നാനോ ഫ്ലൂയിഡ്സ് ആണ്. നാനോ ഫ്ലൂയിഡ്സ് പറഞ്ഞാൽ നാനോ ഫ്ലൂയിഡ് യൂസ് ടു ഇൻഡിക്കേറ്റ് സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഹെർട്ട് ട്രാൻസ്ഫർ ഫ്ലൂയിഡ്. ഓക്കെ, പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഈ നാനോ ടെക്നോളജീൻ്റെ ആപ്ലിക്കേഷൻസ് ഒരു ടെക്സ്റ്റിലൊരു പേജ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ സംഭവങ്ങൾ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോട്ട്സിൻ്റെ കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരാം. ഓക്കെ, ഇതോടുകൂടി നമ്മളെ തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററും കഴിഞ്ഞു. തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു സമ്മറി എന്ന നിലക്ക് ക്വാണ്ടം മെക്കാനിക്സും നാനോ ടെക്നോളജിയും കൂടി ഞാനൊന്ന് റിവൈസ് ചെയ്ത് തരാം ഒരു വീഡിയോയിൽ. അതുപോലെ അതിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസും അതിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആ സമയത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.